രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എല്ലാ സുഖവും പോയി. കണ്ടില്ലേ, ഇത്രമാത്രമാണ് കേട്ടോ മാവിലൊക്കെ അങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ അടിച്ചങ്ങോട്ട് നീക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. മത്തപ്പൂ ഇങ്ങനെ മതിലിൻ്റെ സൈഡിൽ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ മുൻപ് ഒരു കുട്ടി സഞ്ചിയിൽ ഒരു മത്തങ്ങാക്കൂട്ടനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായി അവൻ്റെ വലിപ്പമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഇല്ല, നമുക്ക് പറിക്കാറായിട്ടില്ല കേട്ടോ. സഞ്ചിയിൽ ഇനിയും സ്ഥലമുണ്ട്, കുറച്ചും കൂടി അങ്ങോട്ട് വലുതാവട്ടെ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സഞ്ചി വെച്ച് കഴിഞ്ഞിട്ട് മൂടാം. ഇനി കോഴിമക്കൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ്. അപ്പുറത്താണെങ്കിൽ മാവിലല്ലേ അടിച്ചുള്ളൂ, ഇവിടെയാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ പ്ലാവിലെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കോഴിമക്കൾക്കുള്ള തവിടും പിണ്ണാക്കൊക്കെ നനച്ച് കൊണ്ടുവന്നു. അവർക്ക് മാത്രം പോരാ, മൗഗ്ലിക്കുട്ടനും വേണം അത്രേ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് കഴിക്കുകയെ.